ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അവ്വലു ബലാഇൻ ഹദസ ഫീ ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ സമുദായത്തിൽ ആദ്യമായി ഉണ്ടാകുന്ന പരീക്ഷണം എന്ന് പറയുന്നത് അശ്ശബിഉ, വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഫിത്ന, ഏറ്റവും വലിയ പരീക്ഷണം, അല്ലെ ബലാ, ഹദീസിന്റെ പ്രയോഗം അങ്ങനെയാണ്. അവ്വലു ബലാഇൻ, ആദ്യത്തെ പരീക്ഷണം, ഫിത്ന, ബലാ, മുസീബത്ത്, അത് അശ്ശബിഉ, വയറ് നിറയെ ഭക്ഷണം കഴിക്കലാണ്. എന്തേ ഭക്ഷണം, വയറ് നിറയെ ഭക്ഷണം കഴിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ, തത്ഫലമായിട്ട് മനുഷ്യൻ ശരീരം പുഷ്ടിപ്പെടും, വലിയ ശരീരത്തിന്റെ അവസ്ഥ വരും. ശരീരം ഇങ്ങനെ പുഷ്ടിപ്പെട്ട് തടിയും വണ്ണൊക്കെ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ ഹൃദയം ആരാധനകളിൽ നിന്ന് ബലഹീനമാകും. ഹൃദയത്തിൽ പിന്നെ നിന്ന് നിസ്കരിക്കാനും റവാത്തിബ് നിസ്കരിക്കാനും ദുഹാ നിസ്കരിക്കാനും വിത്ർ നിസ്കരിക്കാനൊന്നും പിന്നെ കഴിയില്ല. രാത്രി തഹജ്ജുദ് ഒന്നും എണീക്കാൻ കഴിയില്ല. അമിതമായി ഉറങ്ങിപ്പോകും. ശരീരം വണ്ണവും തടിയും വണ്ണൊക്കെ നല്ലോണം കൂടും. പക്ഷേ ഹൃദയം അത് ചുരുങ്ങിപ്പോകും. ഹൃദയത്തിലെ ഒരു സന്തോഷവും സമാധാനമൊന്നും ഉണ്ടാവില്ല. മനസ്സ് ഇബാദത്തുകളോട് തീരെ താല്പര്യം ഉണ്ടാവില്ല. തീരെ ഹൃദയത്തിൽ പിന്നെ ഇബാദത്തുകളോട് തീരെ ആഗ്രഹം താല്പര്യം ഉണ്ടാവില്ല. മാത്രമല്ല അവനിക്ക് വികാരം അധികരിക്കും. വല്ലാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, പല രൂപത്തിലുള്ള പല ജാതി ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് വല്ലാത്ത വികാരം ഉണ്ടാകും. ലൈംഗിക വികാരം അധികരിക്കുമ്പോൾ അത് ചിലപ്പോ അവന് ഒന്നുകൊണ്ടൊന്നും തൃപ്തിപ്പെടാൻ പറ്റാതെ വരും. അപ്പൊ അതിന് ചിലപ്പോൾ ഹറാമായ മാർഗങ്ങൾ, അല്ലേ, നമ്മൾ കണ്ടില്ലേ ഇന്ന് ഏതെല്ലാം രൂപത്തിൽ, ഏതെല്ലാം വിധേനെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പിന്നെ പെൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ പിന്നെ മെൻസസിലേക്ക് എത്തുന്നുണ്ട്. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ, 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ മെൻസസ് ആവുന്നു. ആൺകുട്ടികളൊക്കെ 12-13 വയസ്സാകുമ്പോഴേക്കൊക്കെ അവർക്ക് ശബ്ദത്തിലൊക്കെ മാറ്റം സംഭവിച്ച് ശരീരത്തിലൊക്കെ മാറ്റം സംഭവിച്ച് അവരും പ്രായപൂർത്തിയിലേക്ക് എത്തുകയാണ്. എന്താണത്? ഇന്നത്തെ ഭക്ഷണത്തിൻ്റെ ഒരു കാരണത്താലാണ്, ഭക്ഷണം അധികമായി കഴിക്കുന്ന കാരണത്താലാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ മക്കൾ വരെ ലൈംഗികമായ ആഗ്രഹങ്ങൾക്കുള്ള വഴികൾ തേടുക, ആഗ്രഹ പൂർത്തീകരണങ്ങൾക്കുള്ള വഴികൾ തേടുകയാണ്. ചെറിയ കുട്ടികൾ വരെ ഭക്ഷണത്തിന് അമിതമായ ഉപയോഗം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇങ്ങനെ ഭക്ഷണം അമിതമായി കഴിച്ചാൽ അവന്റെ ശരീരം പുഷ്ടിപ്പെടും, അതോടൊപ്പം ഹൃദയം ആരാധനകളിൽ നിന്ന് ബലഹീനമായി മാറും, ലൈംഗികമായ വികാരം വർദ്ധിക്കും. മാത്രമല്ല അവൻ ഇങ്ങനെ ഇബാദത്തുകളിൽ നിന്നൊരു വിരക്തി സംഭവിക്കുന്നത് വഴി അവന്റെ ഈമാൻ ദുർബലമായി കൊണ്ടുപോകും. മഅദല്ലാഹ്, അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ?